എക്സലന്റ് NIFE സ്റ്റുഡൻസ് ഒള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേമം എന്ന സിനിമയുടെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും ഒപ്പം നമ്മൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലും. അപ്പോൾ രാജേഷ്, ആദ്യമേ ആലുവാപ്പുഴ എന്ന പാട്ടിന് ഞങ്ങൾ ആദ്യം കേട്ടത് ഈ പാട്ടാണ്. പ്രേമം എന്ന സിനിമയുടെ ട്രെയിലർ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇത്രയും മനോഹരമായ പാട്ട്? എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പാടി നടക്കുന്ന പോലത്തെ തന്നെ ഒരു പാട്ട്, അങ്ങനത്തെ തന്നെ ബ്രീഫാണ് അൽഫോൻസ് തന്നത്. പിന്നെ പാടി നടക്കാം, ഒരു പൂവാലം പാടി നടക്കുന്ന പോലത്തെ ഒരു പാട്ട്. അതുപോലെ പിന്നെ ലോക്കലൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇന്ന സ്ഥലത്താണ് നടക്കുന്നത് എന്നുള്ളത് അത് കുറെയൊക്കെ ലിറിക്കൽ ആലുവപ്പുഴ എന്ന് വന്നു. പിന്നെ ആരോരുമില്ല, അങ്ങനത്തെ കുറച്ച് നാളൊക്കെ വന്നപ്പോഴത്തേക്കും അതിൽ സ്നേഹവും കാര്യങ്ങളും അത് കണ്ടന്റ് അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ലിറിക്കൽ സ്വീറ്റ്നെസ് അത് കുറെ കൂടെ, പിന്നെ മൂഡ്. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അതാണ് ഇത്ര ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അല്ലേ. പാവത്തിനെ പോലെ ഇരിക്കണമെന്നേ ഉള്ളൂ. അനുഭവമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതാണോ മറ്റേ വേറൊരു പാട്ടുണ്ടല്ലോ, പതിവായി ഞാൻ? അല്ലാണ്ട് കൂടുതൽ എന്താ പറയാ, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വരികളും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഈ സൈക്കിള്, ട്യൂഷൻ ക്ലാസ്, ഇതൊക്കെ ഞാനും അനുഭവിച്ചത്. എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അവൻ എഴുതിയപ്പോഴത്തേക്കും പിന്നെ ഒട്ടിച്ച് ഇതാണ് കുറെ കൂടെ ശബരിയുടെ എഴുത്തില ഞാൻ പറയത്തുള്ളൂ. അല്ലെ കറക്റ്റ് കാര്യം പറയും ചെയ്ത് എന്നാ ചുമ്മാ സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. എല്ലാവർക്കും ഈസിയായിട്ട് കിട്ടുകയും ചെയ്യും. വലിയ വലിയ കട്ടി വാക്കുകളൊന്നും ഇല്ല, ചുമ്മാ പാടി നടക്കാൻ പറ്റുന്ന ഒരു പാടില്ല. സോ ഐ തിങ്ക് കൂടുതൽ അനുഭവങ്ങൾ ശബരീഷനായിരിക്കും. ചാൻസ് ഉണ്ട് അല്ലേ? വളരെ നാച്ചുറൽ ആയിട്ടുള്ള വരികളും അല്ലെ, സ്വാഭാവികമായിട്ട് വരുന്ന വരികളും എല്ലാം. അപ്പൊ എന്തായാലും ഈ പാട്ടിൽ അഭിനയിക്കാൻ ലഭിച്ചത് ഭാഗ്യം അനുപമയ്ക്കാണ്. പാട്ടിലെ അനുഭവം മാത്രമേ ഉള്ളൂ, അത് ഞാൻ ചോദിക്കുന്നില്ല. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടന്നോട്ടെ. ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നത് അതിലല്ലോ. സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആരാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? എൻ്റെ പേര് സ്വർണ. എൻ്റെ ക്വസ്റ്റ്യൻ അനുപമയോടാണ്. നേരത്തെ പറഞ്ഞായിരുന്നു റാഗിങ്, ഓഡിഷൻ ഇതൊക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞില്ല, അതൊന്ന് കേൾക്കണം എന്നുണ്ടായി. എക്സ്പീരിയൻസോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇപ്പം എന്താ പറയുക, ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവരാരും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ അൽഫോൻസ് ഏട്ടൻ, അങ്ങനെ കുറച്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എന്നെ കൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ അവർ പറയണതൊക്കെ ചെയ്തു ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, അവിടെ അഞ്ജു എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മൂവിയിൽ അഭിനയിച്ച ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി അപ്പോൾ കോളേജിൽ ഇങ്ങനെ റാഗിങ് ഉണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഞങ്ങളിവിടെ റാഗ് ചെയ്യാം, അഹങ്കാരിയാണ്, ഇതാണെന്ന് പറഞ്ഞ് കുറേ കരയിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. പിന്നെ ഒരു ഡയലോഗ് തന്നു. ഡയലോഗ് തന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ഡയലോഗ് തന്നു, പിന്നെ അത് പറയാൻ പറഞ്ഞു. അന്ന് ആക്ച്വലി നടന്ന കാര്യം പറയാനാണ് പറഞ്ഞല്ലേ? സത്യം പോലെ പറയണം. ഫണ്ണിയസ്റ്റ് പാട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഫണ്ണിയസ്റ്റ് പാട്ട് എന്താണെന്ന് വെച്ചാൽ നേരം കാണാണ്ട വന്ന ഓഡിഷൻ. നേരം കണ്ടിട്ടില്ലായിരുന്നു. ആ ഒരൊറ്റ കാര്യം കേട്ടപ്പോൾ അൽഫോൻസ് ഞെട്ടിപ്പോയി. അൽഫോൻസിന് എടുത്തോ മേരി എന്തെങ്കിലും. അതെ, അതാണ് സംഭവം. നിവിൻ ചേട്ടൻ വന്നപ്പോഴും ഗെറ്റൗട്ട് അടിച്ചു എൻ്റെ അടുത്ത്. വേണ്ട, നേരം കാണാണ്ടുള്ള ആരും ഇവിടെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ഫൺ. എനിക്കങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ പകുതി പേടിയൊക്കെ മാറി. പിന്നെ ഇവര് വന്നപ്പോ ഇവര് കുറച്ച് ചാടിയിട്ടാ നിന്നത്. കൂടുതൽ ചാടാ അപ്പുറത്തിരിക്കുന്ന കറുത്ത ഷർട്ടിനാണോ ഇപ്പുറത്തിരിക്കുന്ന ഓറഞ്ച് ഷർട്ടിനാണോ? ഓറഞ്ച് ഷർട്ടിനെ ഞാൻ സ്ക്രീനിൽ കണ്ടതിന്റെ കാര്യം അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പ്ലിങ്ങിയിട്ടാണ് ഞാൻ ഈ ചേട്ടനാണ് ആ ചേട്ടനൊക്കെ അറിഞ്ഞത്. പിന്നെ ഇയാള് പിന്നെ നോക്കണേ ഉണ്ടായിരുന്നില്ല ആ ഭാഗത്ത്, എവിടേക്കോ നോക്കിയിരുന്നു. ലിവിൻ ചേട്ടൻ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, കമ്പനിയായിട്ട് സംസാരിച്ചിരുന്നു കുറച്ചൊക്കെ. ഇപ്പുറത്തെ ആളായിരുന്നു ഏറ്റവും ചാട. എന്തൊക്കെ കാര്യങ്ങള്, പാവമാണ്, ജാടയാണ്. ഞങ്ങളിപ്പോ ഏതാ വിശ്വസിക്കേണ്ടത്? പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ചൊറിയും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ചീത്തയായിരിക്കും പറയാ, ഞാനിങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഓഡിഷനിൽ ഫസ്റ്റ് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞോ ഏതെങ്കിലും സീൻ? അപ്പൊ ആരുടെ കൂടെ നിന്ന് അഭിനയിച്ച് കാണിക്കേണ്ടി വന്നത്? ഫസ്റ്റ് ടൈം അതിൽ അസിസ്റ്റ് ചെയ്തിരുന്ന ചേട്ടന്മാരുടെ കൂടെയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ടൈം ആയപ്പോ ഇവരുടെ കൂടെയായിരുന്നു. അന്ന് കുറെ പ്രാക്ടീസ് ഇവർ തന്നുകൊണ്ട് ഇവരുടെ അടുത്ത് വന്നപ്പോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവരാരെങ്കിലും നല്ല നല്ല ഉപദേശങ്ങൾ എന്തെങ്കിലും തന്നോ? അങ്ങനെയല്ല, ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, ഭാവം ഇങ്ങനെ വരണം, കണ്ണിങ്ങനെ പോണം, കൈ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞോ? അവർക്കറിയായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവും പോണില്ല, അതുകൊണ്ട് പറഞ്ഞില്ല പ്രത്യേകിച്ചൊന്നും. അപ്പൊ എന്തായാലും ഇത് അനുപമയുടെ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അനുപമ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്തായാലും അപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്നവരൊക്കെ ഇപ്പൊ വിനയ് ഫോട്ടോയ്ക്കാണെങ്കിൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. എന്തിനാണ് നെറ്റിച്ച് വിളിക്കുന്നത് അല്ലേ? പക്ഷെ അനുപമയായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന്. അപ്പൊ
വീരേച്ചേട്ടനെ കാര്യമായിട്ട് പരിചയമില്ല, ഇനിയിപ്പൊ ഞാൻ പരിചയപ്പെടും കേട്ടോ. ഓക്കെ ഓക്കെ. ഇവിടെ വെച്ചാണോ അപ്പൊ നേരിട്ട് കാണാൻ ഇത് സാധിച്ചത്? ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ്. അപ്പൊ വിനയുടെ അഭിപ്രായത്തിൽ അനുപമയുടെ ഫസ്റ്റ് മൂവി അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? ഞെട്ടിച്ചളഞ്ഞോ? കാരണം അനുപമയ്ക്ക് കുറച്ച് ഡയലോഗ്സ് ഉണ്ടായിരുന്നുള്ളൂ പറയാൻ, കൂടുതലും ഭാവാഭിനയമായിരുന്നു കാഴ്ചവെക്കേണ്ടിയിരുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. ഫേസ്ബുക്കിൽ ഞങ്ങൾ ഒരു തവണ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തിരുന്നു. പിന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കിയൊരു എന്താ പറയാ ഭയങ്കര ഒരു ബൂം ഉണ്ടായിരുന്നല്ലോ, അല്ല മേജർ പങ്ക് പുള്ളിക്കാണല്ലോ ഈ 2 പാട്ടിലും പുള്ളി. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറഞ്ഞു. പിന്നെ എനിക്ക് ഒബ്വിയസ്ലി നമ്മൾ എല്ലാ പെർഫോമൻസും ഇഷ്ടമാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മളൊരു 4-5 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ വേറെ മേജർ റോൾസ് ചെയ്ത ഒട്ടുമിക്ക ആളുകളും പുതിയ ആളുകളാണ്. 3 നടിമാരും 3 നായികമാരും പുതിയ ആളാണ്. 3 പേര് പുതിയതാണ്. അപ്പൊ പലപ്പോഴും ഇന്നത്തെ ഭയങ്കര ഹിറ്റ് ഫിലിം മേക്കേഴ്സും വലിയ ഡയറക്ടേഴ്സ് അടക്കം പേടിക്കുന്ന ഒരു ഏരിയയാണ് പുതിയ ആളുകളെ വെച്ച് സിനിമ ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ കണ്ടംപററി ആയിട്ടുള്ള ഡയറക്ടർ വന്നിട്ട് സിനിമയുടെ ഒരു 80% പുതുമുഖങ്ങളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുകയും അത് ഇത്ര വലിയൊരു സംഭവമാക്കി എടുക്കുകയും ചെയ്തത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഭാഗമാവാൻ കഴിഞ്ഞത് അതിലും വലിയ ആണാണ്. ഈ അതിനു മുമ്പ് ഇവൻ നമ്മളും ഓഡീഷൻ കൊടുത്തിരുന്നു കേട്ടോ. നമ്മളും വേറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ കൂടി അൽഫോൺസിന് ഈ കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറിനെ കുറിച്ച്. അപ്പോൾ ഞാനും ആലുവയിൽ ഇവരുടെ വീട് ഷൂട്ട് ചെയ്ത വീട്ടിൽ പോയിട്ട് ഞാനും സിജുവും കൂടെ ആയിരുന്നു. അന്ന് സൗബിൻ ഉണ്ടായിരുന്നില്ല. ഞാനും സിജുവും കൂടെ ഓഡിഷൻ ചെയ്തത് അൽഫോൺസ് ഐപാഡിൽ ഷൂട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നേരം കണ്ട് ഓൾറെഡി ഇഷ്ടമായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ശരിക്കും ഫീൽ തോന്നുന്നു ഈ ഗ്രൂപ്പിന്റെ ഭാഗമാവുക എന്നുള്ളത്. ഹാപ്പിയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ പേര് ഹരിത. എനിക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. അത് ഈ പടത്തിൽ അതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയലോഗ്സിൻ്റെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളാണ്. ഇപ്പോൾ ആ പാലത്തിൻ്റെ മീതെ കൂടെ നടന്നു പോകുമ്പോൾ ആ സൈക്കിളെടുത്ത് താഴെ ഇടുക, അങ്ങനെ ഇടയിൽ ചെറിയ ചെറിയ ഡയലോഗ്സ് ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കണം. അതൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണോ അതോ അതും സ്ക്രിപ്റ്റഡ് ആയിരുന്നോ എന്നായിരുന്നു? അങ്ങനത്തെ ഡയലോഗ്സ് എനിക്ക് കൂടുതൽ പറയാൻ അവസരം കിട്ടിയത് കോയക്കാണ്. അല്ല പകുതിയും ഡബ്ബിങ്ങിലാണ് ഒരുപാട് ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ഞാൻ പടം കാണുമ്പോഴാണ് സോബിൻ്റെ ഒരു കിഡിലൻ നമ്പർ ഞാൻ തിയേറ്ററിലിരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചാണ്. ഞങ്ങളിങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ ഓടുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ സോബിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, കണ്ട ആ ഡാൻസ് കണ്ടിട്ട് ഇവർ എന്നെ ഓടി രക്ഷപ്പെടാൻ പോവാണ്. ഞാൻ ഇതുവരെ കേട്ടില്ലേ ആ സാധനം. അത് സോബിൻ ലാസ്റ്റ് വന്ന് ഡബ്ബിങ്ങിന് ഇട്ടാൻ ഞാൻ ഇന്ന് വിനയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, വിനയ് ലാസ്റ്റാണ് ആ സംഭവം ഇട്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ ഏറ്റവും കൂടുതൽ ഡബ്ബിങ് നടത്തിയത് ഷറഫുദ്ദീനാണ്. അല്ല അത് സംഭവം വേറൊന്നുമല്ല. കാരണം എന്താ പറയുക, സ്ക്രീനിൽ ഫേസ് കാണിക്കാതെ ഏറ്റവും കൂടുതൽ ഹ്യൂമർ പടത്തിൽ പറഞ്ഞ് ഷറഫാണ്. അറബി ആയിക്കോട്ടെ എല്ലാം ഷറഫിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അൽഫോൻസോറേടാ നീ ഒന്ന് പറയാൻ നീ ഇങ്ങനെ പറയും, അല്ല അങ്ങനെ പറയും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ സ്റ്റുഡിയോയുടെ അവിടെ വീടൊക്കെ എടുക്കാൻ പോയതാ. കാരണം പോക്കൊരു ഇതാവാൻ വേണ്ടി അല്ലേ ഷറഫേ? പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ എന്തും, അതായത് ക്യാരക്ടറിൻ്റെ ഹ്യൂമർ ആർക്ക് വേണമെങ്കിലും, ചെറിയൊരു റോള് ചെയ്തായാലും ഒറ്റ ഡയലോഗുള്ള ആളാണെങ്കിലും ശരി, അയാൾക്ക് എന്തും പറയാനുള്ളൊരു ഫ്രീഡം അൽഫോൻസ് എന്ന ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും പേടിയില്ല. ഇപ്പോൾ ആ ക്യാരക്ടർ വിനു ആണ് ഡബ് ചെയ്തത്, ജയേഷിൻ്റെ ഓട്ടോയില്ലേ. അത് പുതിയൊരു പയ്യനാണ്, അവൻ ഇതുവരെ ഡബ് ചെയ്തിട്ടില്ല. ഈ അഭിനയിച്ച ആള് ദുബായിക്ക് പോയി, ഓടി സൈക്കിള് ഓടുമ്പോൾ അവളുടെ തന്തേടാന്ന് പറഞ്ഞ സാധനം, അത് വിനു എന്ന് പറഞ്ഞ ആള് വന്ന് അവൻ ആദ്യമായിട്ടാണ് ഡബ് സ്റ്റുഡിയോ കയറുന്നത്. അവൻ കൂളായിട്ട് വന്ന് ഡബ് ചെയ്ത് പോയി. അത് അൽഫോൻസിന്റെ ഒരു കഴിവാണ് സംഭവം. ഏറ്റവും കൂടുതൽ കൈന്നിട്ട ഡയലോഗ്, ഏറ്റവും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത ഡയലോഗ് ഏത്? എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാനാണോ ഈ ഡയലോഗ് കൈന്നിട്ട് പറഞ്ഞതെന്ന് സ്വയം അഭിമാനം തോന്നിയ ഏതെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടോ? ഈ എന്താ പറയാ, ഏറെക്കുറെയൊക്കെ കൈന്നിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. അൽഫോൺസ് പറഞ്ഞത്, ഇപ്പൊ എൻ്റെ വീട് ആലുവന്ന് ഒരു 8 കിലോമീറ്റർ ദൂരം ഒരു വില്ലേജാണ് നെടുവന്നൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവന്മാരെ ഇടയ്ക്ക് എന്നെ കളിയാക്കും. നെടുവന്നൂർ എന്ന കുഗ്രാമത്തിൽ നിന്ന് വന്ന് മലയാള സിനിമയുടെ ഉത്തുംഗതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് വെറുതെ ഗോബുസിലിരുന്ന് കളിയാക്കും. അപ്പോൾ ശരിക്കും അൽഫോൺസിന് അറിയാം എൻ്റെ നെടുവന്നൂരിനുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് സ്ലാങ് ഒക്കെ ഉണ്ട്. അതെല്ലാം വരണം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. നീ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നീ നെടുവന്നൂർക്കാരനായിക്കോളാൻ പറയും. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ എൻ്റെ നാട്ടിൽ മാത്രമല്ല, ഇപ്പൊ ഇവനെ വിളിക്കുന്ന മരഭൂതമേ എൻ്റെ നാട്ടിലൊരു രീതിയാണത്. അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കളിപ്പേരുകൾ വിളിക്കുക എന്നുള്ളൊരു സംഗതിയൊക്കെ ഉണ്ട്.
അതെല്ലാം അൽഫോൺസിന് അറിയാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന്. അതെല്ലാം പുള്ളി ചോദിച്ചു, നീ അങ്ങനെ ഇഷ്ടമുള്ളതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞ്. പിന്നെ ഡബ്ബിങ്ങിന് പോയപ്പോൾ എൻ്റെ ഫേസ് വെക്കാതെ വേറെ എഡിറ്റിങ്ങിൽ പുള്ളി ഒപ്പിച്ച് വെച്ചു. അപ്പം നിനക്ക് ഇനി എത്ര വേണമെങ്കിലും ചെയ്യാം, എനിക്കും നിനക്ക് സന്തോഷം ആവണ വരെ നീ ചെയ്തോ, അതിലേറ്റവും അടിപൊളിയായിട്ടുള്ളത് നമുക്ക് എടുക്കാന്നുള്ളത് പറഞ്ഞ് അങ്ങനെ തന്നെയാണ് ഡബ് ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞില്ലേ ഇപ്പൊ ഡബ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാനുള്ളത് ഇതെന്താ പരിപാടി എന്നറിയോ? ഇവർക്ക് സത്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയും ഇവർക്ക് കറക്ഷൻ വെക്കും. ഇവർക്ക് കറക്ഷൻ വെച്ച് കഴിയുമ്പോൾ ഇവന്മാർക്ക് ഒരു ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരാളെ പൊക്കണം കൂട്ടത്തിൽ നിന്ന്. അപ്പൊ ഇവരെന്ത് ചെയ്യും, സന്ദീപിനെ വിളിച്ചു പറയും. സന്ദീപ് അസിസ്റ്റന്റ്, എടാ ഷർഫിനെ പൊക്കെന്ന് പറയും. അങ്ങനെ ഷർഫൻ നിന്റെ മൂളൽ ശരിയാണല്ലോ തോന്നുന്നു, നീ ഒന്നുകൂടി പോയിട്ട് വരാൻ പറയും. അങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് പോയാണ് ഇവന്മാർ ചെയ്യിക്കണത്. ഇതൊക്കെ ഇവന്മാരെ കംപ്ലീറ്റ് തന്ത്രമാണ്. ഞാൻ അത്രയൊന്നും ഡബിങ്ങിന് പോകേണ്ട ഒരു കാര്യമല്ല. അൽഫോൺസ് ഒന്നും അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല ഷർഫ് ഇത്രയും ഡബിങ്ങിന് പോയത്. ഇതൊക്കെ ഇവന്മാരെ തന്ത്രമാണ്. ഇപ്പോഴായിരിക്കും അൽഫോൺസ് അറിയണം ഇതെങ്ങനെ സംഭവിച്ചു ഷർഫ് ഇത്രയും ഡബിങ്ങിന് പോകുന്നത്. ഷർഫിന് വിചാരിക്കും എനിക്ക് അത്രയും ഡയലോഗും ഇതൊക്കെ കംപ്ലീറ്റ് തന്ത്രമാണെന്ന്. ഞാൻ സിജുവിന്റെ അടുത്ത് കൊടുക്കാം. സിജുവിന് കുറെ അനുഭവങ്ങളുണ്ടല്ലേ, ഡബിങ് അനുഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലും ഒരു ലാസ്റ്റ് ഭാഗമൊക്കെ ആവുമ്പോ ഡയലോഗ് പറയണേക്കാൾ കൂടുതൽ സിജോയ്ക്ക് ഉണ്ടായിരുന്ന റോൾ എന്ന് പറയാൻ കേക്ക് തിന്നാന്നുള്ളതായിരുന്നു. കൊറേ കേക്ക് തിന്നു. അതില് റീടേക്ക് ഇനിയും വരണേന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു സീൻ അതായിരിക്കണം. ഇല്ല ഇവര് പിന്നെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യണ കാരണം കൊറേ കേക്ക് തിന്നേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സിജുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടിയിട്ട്. പടത്തിന്റെ കോസ്റ്റ് അൻവർക്കാർക്ക് ഇത്രയും വരാൻ കാരണം കേക്ക് ഒരുപാട് വേണ്ടി വന്നു. അതും ആ റെഡ് വെൽവെറ്റ് കേക്ക് എന്നൊക്കെ പറഞ്ഞത് അടിക്കുന്ന അടി കണ്ടാൽ അതാണ് ഒന്ന് ഇപ്പോഴും ഒരു കണ്ണിപ്പോഴും റെഡ് ആയിട്ടിരിക്കുന്നത്. അതാണ് ഇതാ കുട്ടൻസ് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ഞാൻ അടുത്തത് ആരുടെ നേർക്കാണ് ചോദ്യശരം വരുന്നത് നോക്കാം. എൻ്റെ പേര് അക്ഷയ. എൻ്റെ ക്വസ്റ്റ്യൻ അനുപമ മാമിനോടാണ്. ഓക്കെ, ഞാൻ പേരൊന്നും പറയാൻ പാടില്ല. മേരി. എൻ്റെ ക്വസ്റ്റ്യൻ മേരിയോടാണ്. ഓക്കെ, മേരിനോടാണ്. ഞാൻ ഫിലിം കണ്ടിട്ടില്ല, എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ആകെ കണ്ടേക്കണത് ആ പാട്ട് മാത്രമാണ്. അപ്പോൾ ആ പാട്ടിൽ കുറേ പൂവാലന്മാർ പുറകെ ഉണ്ടല്ലോ, അതേപോലെ റിയൽ ലൈഫിൽ എത്ര പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്? ഇല്ല, അതേപോലത്തെ ഇത്ര അലവലാദികളായിട്ട് പൂവാലന്മാരൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആൾക്കാർ വന്നിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ അലവലാതി എന്ന് വിളിച്ചത് നിവിനെയാണോ കിച്ചുവിനെയാണോ? കിച്ചുവിനെ എന്തിനാണ് എല്ലാവരും അവളുടെ പുറകെ നടക്കുന്നതെന്നാണ് ചോദിച്ചത്. എന്തിനാണ് എല്ലാവരും അവളുടെ പുറകെ നടക്കുന്നതെന്ന് ചോദിച്ചത്. ആ അതെ, ഇല്ല അങ്ങനെ അധികം പേരൊന്നും വന്നിട്ടില്ല, കുറച്ച് പേര് അത്ര തന്നെ. അത് ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പ്രേമലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പ്രേമലേഖനങ്ങളായിട്ട് കിട്ടിയിട്ടില്ല, തുട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം SMS-ഉം. ഇല്ല, ഇപ്പൊ പ്രേമലേഖനം എഴുതാനായിട്ടുള്ളല്ലോ ടൈം. എല്ലാരും വാട്സാപ്പിൽ അയക്കും അല്ലെങ്കിൽ SMS അങ്ങനെ മെസ്സേജുകൾ. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? അനുപമയ്ക്ക് അങ്ങനത്തെ അധികം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ പറയാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ അല്ലേ? ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയാണ്. ഞാൻ രാഹുൽ. ഇപ്പോൾ ആക്ച്വലി എൻ്റെ കോളേജ് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടത്. ചോദ്യം നമ്മുടെ കോയച്ചേട്ടനോടാണ്. ഇതിലിപ്പോൾ നമ്മൾ ജോർജും മലരും ഉള്ള സീക്വൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റുഡൻസ് ടീച്ചർമാരെ പ്രേമിക്കുന്ന ഒരു ആശയം ഇങ്ങനെ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ ഇത് കാണുന്ന പിള്ളേർ വഴിതെറ്റി പോകാൻ സാധ്യതയില്ലേ? അത് കുട്ടികൾക്ക് പ്രചോദനമായിക്കൂടെ? എന്തിനു വഴിതെറ്റി പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഓരോരോ സിനിമ കണ്ട് വഴിയേറ്റേണ്ടതാണ്. എന്താണ് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ മനസ്സിൽ? ഏത് കോളേജിൽ പഠിക്കണേ? ഞാൻ ചോദിക്കാൻ ബാംഗ്ലൂരാ? അപ്പൊ സ്വാഭാവികം. ഒരുപാട് ഇപ്പോൾ ശങ്കരാഭരണം പോലത്തെ സിനിമകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഗാന്ധി പോലത്തെ സിനിമ ഉണ്ടാകുന്നു. ഒരുപാട് നല്ല സിനിമകൾ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അത് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും സെൻസർ ബോർഡിന്റെ ഇപ്പോൾ സെൻസർ ബോർഡിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പട്ടിന്ന് കൂടി വിളിക്കാൻ പാടില്ല. പട്ടിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ മ്യൂട്ട് വരും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നമ്മളൊരു പക്ഷെ ഒരു ചേരിയിലെ ഒരു കഥാപാത്രം ആയിരിക്കും അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ തന്നെ വേറൊരു ക്ലാസ്സിലെ ഒരു സ്ലമ്മിലൊക്കെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കൊരിക്കലും ഭയങ്കര സഭ്യമുള്ളതായിരിക്കില്ല. അപ്പോൾ എനിക്കൊന്നും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമല്ലോ ശരിക്കും.
അതെ, എന്ത് പറയും, പ്രേമം കണ്ടിട്ട് എല്ലാവരും പോയി ടീച്ചറെ പ്രേമിക്കണം ആരും പറയുന്നില്ല. അതെ, ഇനി അങ്ങനെ പ്രേമിച്ചു കഴിഞ്ഞാലും ടീച്ചറിന് ഡിസിഷൻ എടുക്കാമല്ലോ. അതെ, കറക്റ്റ്. പ്രേമിച്ചാലും കുഴപ്പമില്ല. അല്ല, പിന്നെ ഒരു കാര്യം, അതൊക്കെ ആ പ്രായത്തിൽ തോന്നുന്ന ഒരു വികാരമാണ്. ടീച്ചറെ പ്രേമിച്ചിട്ട് കിട്ടിയോ? ഇല്ല, കഥ പറയലടാ. ഇല്ല, സിനിമ കാണുക, ആസ്വദിക്കുക സംഭവം. ഇപ്പോൾ കമ്മീഷണറുടെ പടം അല്ലെങ്കിൽ കമ്മീഷണർ പടം കണ്ടിട്ട് എത്ര പേര് പോലീസായിട്ടുണ്ട്? ഇല്ല. എനിക്ക് സത്യമായിട്ട് എനിക്ക് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ പടം കണ്ട് അങ്ങനെ പോയി ഞാൻ. അപ്പൊ തീരുമാനിച്ചു കോയായാ മതിയെന്ന്. അപ്പൊ അത് ചിലപ്പോൾ തോന്നും കേട്ടോ. അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട് വരെ എത്തുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് പലതും തോന്നാം. എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഓരോ പടങ്ങൾ, ഇപ്പോൾ കമ്പനി എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഞാൻ അജയ് ദേവഗനാണെന്ന് വിചാരിച്ച് ഞാൻ നടന്നിട്ടുണ്ട്. 5 ഹൈറ്റുള്ളൂ എനിക്ക്. ഞാൻ അജയ് ദേവഗനൊക്കെ അയക്കാൻ അറിയില്ല എനിക്ക് എങ്ങനെയാന്നുള്ളത്. പക്ഷെ അത് പിറ്റേ ദിവസം ഞാൻ വേറെ പടം കാണുമ്പോൾ അത് മാറും. ഇപ്പോൾ രാഹുൽ വേറെ പടം കണ്ടു നോക്കൂ, എന്നിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും പ്രേമം സിനിമയുടെ നമ്മളിങ്ങനെ കഥയുടെ ആ ഒരു ഒഴുക്കിൽ ഞാൻ വന്നു വരികയായിരുന്നു. അനുപമയുടെ എന്ന നായികയിൽ ഞാൻ അടുത്ത നായികയ്ക്ക് പോക്കോട്ടെ. ആ നായിക ഇവിടെ കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല. അടുത്ത നായിക മലരായിരുന്നു. മലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സായി പല്ലവി വളരെ എന്താ പറയുക, നമ്മളെല്ലാവരും അങ്ങനെ ഒരു സുഹൃത്തെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി ശരിക്കും ആ ഒരു കഥാപാത്രത്തെ കണ്ടപ്പോൾ. അത്രയും നല്ല നാച്ചുറലായിട്ട് അഭിനയിച്ച ഒരു കുട്ടി. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ സംഗീത സംവിധായകൻ്റെ അനുവാദത്തോടു കൂടി ഒരു കുട്ടിയെ കൊണ്ട് മലരെ പാട്ട് പാടിച്ചോട്ടെ? പാടിക്കോളൂ ശ്രുതി. ശ്രുതിയാണ് മലരെ എന്ന പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്. നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകും നീ തനുമീറൻ കാറ്റും പുളകങ്ങൾ ഇഴനേതൊരു കുഴലൂതിയ പോലെ കുളിരീകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം അകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകേ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. താങ്ക് യു ശ്രുതി. ജോർജിനെ മലറിനെ കുറിച്ച് വന്നപ്പോൾ ഞാൻ മേരിയിലേക്ക് ഒന്ന് വീണ്ടും തിരിച്ചു വരികയാണ്. ശരിക്കും അനുപമയുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത് എന്തായിരുന്നു? അൽഫോൻസ് പുത്ര എന്ന് പറഞ്ഞ സംവിധായകൻ വിളിക്കുന്നു എൻ്റെ പ്രേമം എന്ന സിനിമയിൽ നായികയായിട്ട്, നിവിൻ പോളിയുടെ നായികയായിട്ട്. എക്സൈറ്റ്മെൻ്റ് ആയിരുന്നോ, ടെൻഷനാണോ, ഞാൻ കേട്ടത് സത്യമാണോ, അതോ കുഴപ്പമില്ല എനിക്കൊരു സിനിമയിൽ ചാൻസ് കിട്ടി ഞാൻ അഭിനയിക്കാൻ പോകണം, അങ്ങനെയായിരുന്നു ഫീൽ? എന്തായിരുന്നു ശരിക്കും സത്യസന്ധമായിട്ട് പറയണം ആദ്യം മനസ്സിൽ വന്ന ഫീൽ? ഇതിപ്പോ ഫേസ്ബുക്കിലെ കാസ്റ്റ് കോളിനനുസരിച്ച് ഫോട്ടോ അയച്ചിട്ടായിരുന്നല്ലോ. അപ്പൊ എന്നെ ആദ്യം വിളിക്കുന്നത് വിജയ് ചേട്ടനാണ്. ആരാണ് പറഞ്ഞത്? ഒന്ന് ഫോട്ടോ അയച്ചു നോക്കുന്ന ആരാ പറഞ്ഞത്? സ്വയം അതെന്റെ ഫ്രണ്ടാണ്, എന്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് അർച്ചനയാണ് പറഞ്ഞത്. ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഈ അടുത്താണ് ഞാൻ ആ പോസ്റ്റ് കാണുന്നത്. അപ്പോൾ അവളാണ് പറഞ്ഞത് ഫോട്ടോ അയച്ചു നോക്കാനു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ +2 പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. ഞാൻ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അയച്ചു. അത് കഴിഞ്ഞ് ഓഡിഷന് പോകാനുണ്ടായത്. അപ്പോൾ 1 മാസത്തോളം ഞാൻ ഈ ഓഡിഷൻ 2 പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു. അപ്പോൾ മനസ്സൊന്ന് സ്റ്റേബിളായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് ആ ടീമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത്രയും ടൈം കൊണ്ട് തന്നെ ഒരുപാട് എൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയമാണ് നാട്ടിൽ. അച്ഛന് ഭയങ്കര കംഫർട്ടബിൾ ആയി തോന്നി അവരുടെ കൂടെയുള്ള ഒരു എല്ലാവരും കമ്പനിയായി ഫുൾ ടൈം എന്താ തമാശയും പറഞ്ഞ് കളിച്ച് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ടീമായിരുന്നു. അപ്പോൾ ശരിക്കും ആഗ്രഹിച്ചിരുന്നു പറഞ്ഞു. ഇത് അറിഞ്ഞപ്പോൾ ശരിക്കും ഹാർട്ടൊക്കെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത മാതിരി, കാരണം വിശ്വസിക്കാൻ പറ്റണില്ല. എനിവേ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഒരുപാട് 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 സന്തോഷമാണ് ഉള്ളത്. പ്രേമം ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിലൂടെ. TUV റെയിൻലാൻഡ് NIFE സ്റ്റുഡൻസ് ഒള്ളിയിലൂടെ തന്നെ.